ഇന്ന് ഞാൻ ചെയ്യുന്ന ചമ്മന്തിപ്പൊടി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുറത്തിരുന്നാൽ ഇത് കേടായി പോവില്ല. എത്ര ദിവസം വേണേലും പുറത്ത് വെച്ചിരിക്കാം. പുറത്തേക്ക് പോണവർക്കോ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കോ ഒക്കെ ധൈര്യമായിട്ട് ഇതുണ്ടാക്കി കൊടുത്തു വിടാം, കേടാവില്ല. സാധാരണ ചമ്മന്തിപ്പൊടി പോലെയല്ല, എല്ലാ ദിവസവും ഇത് നമുക്ക് കഴിക്കാൻ പറ്റും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. ഇനി ഇതുണ്ടാക്കുന്ന കണ്ടേ, തമ്പിൽ കണ്ട പോലെ തന്നെ ചങ്ങലമ്പരൻ്റെ മുതിരയാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് മെയിനായിട്ട്. അതുകൊണ്ടാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതെന്ന് തന്നെ ഞാൻ പറഞ്ഞത്. നമ്മുടെ വീട്ടിലുണ്ടായി കിടക്കുന്ന ചങ്ങലമ്പരൻ്റെയാണിത്. ഞാൻ ഒരു ചെറിയ കഷ്ണം കൊണ്ട് വെച്ചതാണ് ഗ്രോ ബാഗിൽ. അതിപ്പോൾ നിറയേം കയറി കിടപ്പുണ്ട് വള്ളി വീശി. അപ്പോൾ അതിൻ്റെ ഒരു 2-3 തണ്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ഇതിൻ്റെ തളിരായിട്ടുള്ള ഭാഗം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. മൂത്ത തണ്ട് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ചൊറിച്ചിൽ വരും കയ്യിൽ. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. ഇനി ഇതെപ്പോഴും എടുക്കുമ്പം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തൂത്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കയ്യിൽ അധികം ചൊറിയാതിരിക്കും. ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്താൽ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. നമ്മുടെ കൈയുടെ പുറത്ത് ഇതിൻ്റെ നീര് പറ്റാണ്ടിരുന്നാൽ മതി. ഇതെടുക്കുമ്പോൾ ചൊറിയുന്നതിൻ്റെ കാരണം ഇതിനകത്ത് കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ ചേമ്പിലും ചേനയിലും ഒക്കെ ഉള്ളതുപോലെ തന്നെ ഇതിലും ഉണ്ട്. ചെറിയ മുള്ള് പോലെയാണ് ഇതിലുള്ളത്. അത് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് അത് കുത്തിക്കയറും. ഇത് നന്നാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ 2 സൈഡിൽ നിന്നും ഈ സ്കിൻ അങ്ങ് വലിച്ചു കളയണം. നമ്മൾ ചേമ്പിൻ്റെയും ചേനയുടെയും ഒക്കെ താളെടുക്കുമ്പോൾ അതേന്നിങ്ങനെ അതിൻ്റെ സ്കിന്നിങ് വലിച്ചെടുക്കില്ല എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെയും വലിച്ചു കളയണം. ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇതെല്ലാം ഒന്ന് നന്നാക്കി എടുക്കാവേ. ആദ്യം ഞാൻ കയ്യിൽ എണ്ണയൊന്നും പുരട്ടാതെ കയ്യിൽ വെള്ളം പറ്റിക്കാതെയൊക്കെ നിന്ന് ചെയ്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പതിയെ എനിക്ക് ചൊറിയാൻ തുടങ്ങി കയ്യ്. അപ്പം ഞാൻ ഗ്ലൗസ് എടുത്തിട്ടിട്ടാണ് പിന്നെ ചെയ്തത്. അതുകൊണ്ട് ഗ്ലൗസ് എടുത്തിട്ടിട്ട് ചെയ്യുന്നതായിരിക്കും സേഫ്. ഗ്ലൗസ് ഇല്ലെങ്കിൽ കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടിക്കും, അതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ ഇതെല്ലാം ഞാൻ സ്കിന്നെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ കൈക്കുള്ളിൽ ചെറുതായിട്ടൊരു ചൊറിച്ചിൽ തോന്നുന്നുണ്ട്. അതുപോലെ ചെറിയൊരു പുകച്ചിൽ പോലെയും തോന്നുന്നുണ്ട്. ഏതായാലും ഗ്ലൗസ് ഇട്ടുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ വെള്ളം പെട്ടെന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുന്നത്. ഞാൻ ഇതിനകത്ത് എണ്ണ ഒട്ടും ഉപയോഗിക്കുന്നില്ലേ. എണ്ണ ഇല്ലാതെ തന്നെ ഇത് വറുത്തെടുക്കുന്നത്. ഇനി ചങ്ങലമ്പരണ്ട ഇല്ലാത്തവർ ഇത് ചേർക്കണം നിർബന്ധമില്ല. ഇതെൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാനിത് ചേർത്തുണ്ടാക്കുന്നത്. ഇതിപ്പം ഞാൻ ഇതുപോലെ ചെറുതായി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് വെളുത്തുള്ളി വലുതാണെങ്കിൽ അത് 2ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഞാൻ ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിയാണ് വേണ്ടത്. ഉള്ളി അരിഞ്ഞെടുക്കാം. ഇപ്പോൾ അരിഞ്ഞിട്ടില്ല ഞാൻ. ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം. പിന്നെ വേണ്ടത് ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ അധികം എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് കാശ്മീരി ചില്ലി എടുത്തത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, വാളംപുളി, 1/2 കപ്പ് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. തേങ്ങ എടുത്ത അതേ കപ്പിൽ തന്നെ ഞാൻ ഒരു 1/4 കപ്പ് മുതിര എടുത്തിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. തേങ്ങ കൂടുതൽ ചേർക്കേണ്ടവർക്ക് ചേർക്കാം. തേങ്ങ കൂടുതൽ ചേർക്കുമ്പം കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് കൂടുതൽ സമയം ഇരിക്കണമെങ്കിൽ തേങ്ങ കുറച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മുതിര ഇട്ടൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. തീ കുറച്ചിട്ടിട്ട് വേണം മുതിര വറുക്കാനായിട്ട്. അതുപോലെ നല്ലപോലെ ചുമക്ക വറുത്തെടുക്കണം, കരിഞ്ഞു പോകരുത്. മുതിര കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ ടേസ്റ്റേ മാറിപ്പോകും. എല്ലുകളുടെ ആരോഗ്യത്തിനും ഒടിവിനും ചതവിനും ദഹന പ്രശ്നങ്ങൾക്കും ഒക്കെ ചങ്ങലമ്പരണ്ട നല്ലതാണെന്നാണ് പറയുന്നത്. മുതിരയ്ക്കകത്താണെങ്കിൽ പ്രോട്ടീനും അയണും കാൽഷ്യവും ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ, ഹോഴ്സിന് കഴിക്കാൻ കൊടുക്കുന്ന സാധനമാണ്. ഹോഴ്സ് ഗ്രാം തന്നെയാണ് ഇതിൻ്റെ പേരും. അപ്പോൾ അതിൻ്റെ പവർ എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പം ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഇത് ചുമക്ക വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം, ഒന്ന് തണുക്കട്ടെ. വറക്കുമ്പോൾ ഈ ഒരു കളർ കിട്ടിയാൽ മതിയേ, ഒരു ബ്ലാക്ക് കളറിലേക്ക് പോകരുത്. ഇനി ഇതിലേക്ക് നമുക്ക് ചങ്ങലമ്പരണ്ട അരിഞ്ഞത് ഇട്ടൊന്ന് വഴറ്റാം. അതിൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞാൽ മതി. എണ്ണയൊന്നും ചേർക്കരുത്. തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. വെള്ളം ഒന്ന് വലിഞ്ഞു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. വാളംപുളി ചേർക്കണ്ട, വാളംപുളി പിന്നെ ചേർക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പം വേണം തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട്. പുളി ഞാനിവിടെ ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ എടുത്തിട്ടുള്ള. പുളിയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇവിടെ പുളി വേണ്ടാത്തതുകൊണ്ട് എരിവും പുളിയൊക്കെ കുറച്ചാണ് ഞാൻ ചേർക്കുന്നുള്ളൂ. കാരണം എല്ലാ ദിവസവും ഇത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് വലിയ ഉള്ളിയാണെങ്കിൽ അതൊന്ന് അരിഞ്ഞിട്ട് കൊടുത്താൽ പെട്ടെന്നാകുമേ. ഒത്തിരി അങ്ങോട്ട് വറുത്ത് ഫ്രൈ ആക്കാനായിട്ട് ഇരിക്കേണ്ട. അതിന് മുന്നേ ഇതുപോലെ ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവും ഞാൻ വളരെ കുറച്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കാരണം തേങ്ങ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ അതിനകത്ത് എണ്ണമയം ഇരിക്കും തോറും അത് കനച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ തേങ്ങയുടെ ഒപ്പം തന്നെ എടുത്തു വെച്ച വാളംപൊടി, പിന്നെ 1.5 ടീസ്പൂൺ മല്ലിയാണ് ഞാൻ ചേർക്കുന്നത്. മല്ലിപ്പൊടി ചേർക്കുന്നവർ ലാസ്റ്റ് ചേർത്താൽ മതി. ഇവിടെ ഞാൻ മല്ലിയായിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ ഉപ്പ് അധികം ഇടണ്ട, ലാസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം.
ഇനി തേങ്ങയുടെ കളറൊന്ന് ബ്രൗൺ നിറമാകുന്നിടം വരെ ഒന്ന് വഴറ്റാം. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലിയുടെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഒരു 1.5 ടീസ്പൂണേ ഇടുന്നുള്ളൂ. എരിവും പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണേ. ഇനി ഈ മുളക് പൊടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇതിനകത്തിട്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് അത് നന്നായിട്ട് വറുത്തെടുക്കണേ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. മല്ലിപ്പൊടിയായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് മുളക് പൊടിയോടൊപ്പം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. അത് തണുക്കുന്ന സമയം കൊണ്ട് ഞാൻ ഈ മുതിര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. തരിതരിപ്പായിട്ടാണ് പൊടിച്ചിരിക്കുന്നത്, ഫൈൻ പൊടിയായിട്ടല്ല. ഇനിയിപ്പോൾ ഈ മുതിരയിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്തൊന്ന് പൊടിച്ചെടുക്കാം. ചെറു ചൂടോടെ പൊടിക്കുന്നതായിരിക്കും നല്ലത്, പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ഇതിലേക്ക് ഞാൻ അല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി, നോക്കിയിട്ട് പിന്നീട് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്ത് വേണം പൊടിക്കാനേ. ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. തരിതരിപ്പായിട്ട് തന്നെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കിത് കഴിക്കാൻ പറ്റും. പക്ഷേ ഇത് അധികം നാൾ വെളിയിലിരിക്കില്ല, ഫ്രിഡ്ജിനകത്ത് തന്നെ വെക്കേണ്ടി വരും. ഇതിൻ്റെ ഈ കട്ടയൊക്കെ മാറി ഒന്നും കൂടെ ഒന്ന് വെടിച്ച് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു 4-5 ഉള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചുള്ളിയാണ് ചേർക്കുന്നത്. ഇതും കൂടെ ചേർത്തൊന്ന് അടിച്ചെടുക്കാം. ഈ പച്ചുള്ളി ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, തേങ്ങയുടെ കനപ്പ് വരില്ല. ചമ്മന്തിപ്പൊടി ഇരുന്ന് കഴിഞ്ഞാൽ സാധാരണ അത് കനച്ചു പോവും. ഇതുപോലെ പച്ച ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് ഇത് കനച്ചു പോവില്ല. അപ്പോൾ ഇതുപോലെ ഇതൊന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഒന്നും കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുക്കാം. ഈ രീതിയിലിരിക്കുന്ന ചെറുതായിട്ട് ഒരു നനവൊക്കെയുള്ള ചമ്മന്തിപ്പൊടി കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇതൊരു ബോട്ടിലാക്കി അടച്ചു വെച്ചാൽ മതി. ഇനിയിപ്പോൾ കൂടുതൽ കാലം പുറത്ത് തന്നെ സൂക്ഷിക്കണം എന്നുള്ളവർ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഇനി ചെയ്താൽ മതി. ഇപ്പോൾ ഇതിനകത്ത് അല്പം ഉപ്പ് കുറവുണ്ട്, ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പ് ഞാൻ പിന്നീടേ ചേർക്കുന്നുള്ളേ. അപ്പം ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ചമ്മന്തിപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടയെല്ലാം ഉടഞ്ഞ് നല്ല ഇതായിട്ട് വരും. അപ്പം ഇതിനകത്തേക്കാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒട്ടും എണ്ണ ഇതുവരെ ചേർത്തിട്ടില്ല. എണ്ണ ചേർക്കാതെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ തേങ്ങയിൽ ഓൾറെഡി എണ്ണയുണ്ടല്ലോ. അപ്പം ചൂടാക്കുമ്പോൾ ആ എണ്ണ വെളിയിലേക്ക് എന്തായാലും വരും. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന സമയത്ത് ഒട്ടും എണ്ണ ചേർക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടും ഇരിക്കില്ല, ഇത് കനച്ചു പോകും. കായത്തിൻ്റെ ടേസ്റ്റ് അല്പം കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അല്പം കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ചൂടാകും തോറും നല്ല മണൽ പോലെ വരുവേ. ഇതിൻ്റെ കട്ടകളെല്ലാം ഉടഞ്ഞ് വെള്ളം അങ്ങ് വലിഞ്ഞു. ഇപ്പം നല്ല തരിതരിപ്പായിട്ടിരിക്കുന്നത്. ഇത് ഒരുപാട് ചൂടാക്കണ്ട, കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ അങ്ങ് ഓഫ് ചെയ്യുക. ഇനി നന്നായിട്ട് തണുക്കണം. തണുത്ത് കഴിയുമ്പോൾ ഒരു ബോട്ടിലേക്ക് ആക്കി വെക്കാം. പുറത്ത് തന്നെ ഇരിക്കും, ഫ്രിഡ്ജ് വെക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഇത് നമുക്ക് എല്ലാ ദിവസവും കഴിക്കാം. ഇതിനകത്ത് എണ്ണ ഇതൊന്നും ചേർത്തിട്ടില്ല, നല്ല ഹെൽത്തിയാണ്. ഇനി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോ. പുറത്തേക്കൊക്കെ കൊടുത്തു വിടേണ്ടവർക്ക് ധൈര്യമായിട്ട് കൊടുത്തു വിടാം. ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്